സോ ഹേ ഗൈസ്, സൊമാറ്റോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീക്കെൻഡ് ആവാറായേണ്ട ഒരു തിരക്ക് തോന്നുന്നു. ഫ്രീ ആയിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ബാഗ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ആവി പോണതാണ്. 22 രൂപ കിട്ടി, സാധനം കിട്ടി. 150 രൂപ കിട്ടി. നമ്മളിതാ ഇവിടെ വന്നിട്ട് കുറച്ച് നേരമായി, ഓർഡർ ഇതുവരെ കിട്ടി. വണ്ടിയുടെ ചാർജ് 48%. ഇത്രയും വലിച്ചിങ്ങനെ എടുക്കുമ്പോൾ 8 മണിയായപ്പോൾ തന്നെ 200 രൂപ. ഇറാനി കുഴിമന്തിയിലെത്തിയിരിക്കുന്നു. സൊമാറ്റോ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും വീണ്ടും വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാവരും 2-3 പേര് പറഞ്ഞു. ലാസ്റ്റ് വീഡിയോ ഞാൻ സൊമാറ്റോ എങ്ങനെ പാർട്ട് ടൈം ചെയ്താൽ എത്ര രൂപ കിട്ടും എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് ഈ വീഡിയോ നമ്മൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്, ഏതൊക്കെ ഹോട്ടലാണ്, അങ്ങനെ സൊമാറ്റോ വീഡിയോ 2ലേക്ക് സ്വാഗതം. ഞാൻ എന്താ 6 മണി തൊട്ടാണ് എടുത്തിരിക്കുന്നത്. മണി 5:57 ആയി. നമുക്ക് 5:45 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എന്നാലും ഞാൻ പുറത്തായിരുന്നു, ഇപ്പൊ വന്നതേ ഉള്ളൂ. ഓല അതാ ചാർജ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഓല ഒരു 82% ചാർജ് ഒക്കെ ആയെന്ന് തോന്നുന്നു. നമുക്ക് ആദ്യം ലോഗിൻ ചെയ്ത് ഓൺലൈൻ ആവാം. ഓൺലൈൻ ആയിട്ടുണ്ട്. ഇനി ബാഗ് ഒക്കെ എടുത്ത് നമ്മുടെ വണ്ടിയിൽ സെറ്റ് ചെയ്യണം. ഇതാ ഓൺലൈൻ ആക്കിയപ്പോൾ തന്നെ ഒരു ഓർഡർ വന്ന് 28 രൂപ. സുൽത്താൻ ബർഗറിൽ നിന്നാണ്, നമ്മുടെ മണക്കാട് കട. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നേരെ സുൽത്താൻ ബർഗർ. നമ്മുടെ മണക്കാട് മുക്കിലാണ് സുൽത്താൻ ബർഗർ. ഓർഡർ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഐറ്റം. അരതൂർ കടവിലാണ് നമുക്കിത് കൊണ്ട് കൊടുക്കാനുള്ളത്. നമുക്കിത് നമ്മളെ വണ്ടിക്കകത്ത് വെക്കാം. ജ്യൂസാണ് കേട്ടാ, അവിൽ മിൽക്കും എല്ലാം ആണ്. നേരെ മരുതൂർ കടവിലോട്ട് പോവാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇന്ന് വ്യാഴാഴ്ചയാണ്, അതിന്റെ ഒരു തിരക്കാണ്. വീക്കെൻഡ് ആവാറായേണ്ട ഒരു തിരക്ക്. നാളെ വെള്ളി, നാളെ കുറച്ചുകൂടി തിരക്കായിരിക്കും. നാളത്തേക്ക് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. സിറ്റിക്ക് അകത്തേ തിരക്കുള്ളൂ. ഇങ്ങോട്ട് വന്നപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. കണ്ടാ, ഇവിടെയൊന്നും വലിയ കുറെ വണ്ടികളൊന്നുമില്ല. വണ്ടിയുടെ ചാർജ് ഞാൻ എടുത്തപ്പോൾ 83 ഉണ്ട്. ഇപ്പോഴും 83 തന്നെ ഉണ്ട്. നമുക്ക് ഓടി കഴിഞ്ഞിട്ട് എത്ര ചാർജ് ബാക്കിയുണ്ടെന്ന് നോക്കാം. എങ്ങനെ പോയാലും ഒരു 70-70 കിലോമീറ്റർ ഒക്കെ ഓടേണ്ടി വരുമെന്ന് തോന്നുന്നു. 70 ഓടിയാൽ 500-550 രൂപ കിട്ടും. ചെറിയ മഴക്കോളൊക്കെ ഉണ്ട്. മഴ വന്നാൽ 600. എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ഓട്ടം ഉണ്ടെങ്കിൽ പൈസ കിട്ടും, ഇല്ലെങ്കിൽ പൈസ കിട്ടൂല. മഴയും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ പൈസ കിട്ടും. മഴ വന്നാൽ ലാഭമാണ്. അതുകൊണ്ട് ഞാൻ കോട്ടൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. മഴ വന്നാൽ കൊള്ളാം. ഓക്കെ, ഇനി മരുതൂർ കടവ് പോയി കാണാം. നമ്മളിതാ ലൊക്കേഷനിൽ എത്താറായി. ഷോപ്പാണ് കുളത്തറ ജംഗ്ഷൻ. വിളിച്ചു നോക്കാം. ഹലോ, എവിടെയാണ്? ഞാൻ എന്താ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓർഡർ ഡെലിവറി കൊടുത്തു. എത്ര രൂപ കിട്ടി നോക്കാം. മണക്കാട് തൊട്ട് ഇതുവരെ വന്നതിന് 28 രൂപയാണ് കിട്ടിയത്. അടുത്ത ഗോ ടു നെക്സ്റ്റ് സിറ്റി. ഇവിടെ നിന്നാ ട്രിപ്പ് വരുമെന്ന് തോന്നുന്നില്ല. നമുക്ക് നേരെ സിറ്റിക്കകത്തോട്ട് തന്നെ പോവാം. വൈകുന്നേരമായിട്ടും ചൂടിനൊരു കുറവില്ല കേട്ടോ, നല്ല ചൂടുണ്ട്. ഇന്ന് മഴ പെയ്യോന്നുള്ളത് അറിഞ്ഞത്. ചെറുതായിട്ട് കറുത്ത കിടപ്പുണ്ട്. മഴ പെയ്താൽ കൊള്ളായിരുന്നു. ചൂടും കുറയും, പൈസയും കിട്ടും. ഇനി നേരെ സിറ്റിയിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ ഫൈനലി മണക്കാട് എത്തിയിട്ടുണ്ട്. മണക്കാട് എത്തിയിട്ട് ഇതുവരെ ഓർഡർ ഒന്നും അടിച്ചില്ല. ഈ ബുർജൽ മന്തിന്നൊക്കെ എപ്പോഴും ഓർഡർ അടിക്കുന്നതാണ്. എന്താണ് അടിക്കാത്തതെന്ന് ഒരു പിടിയില്ല. മണക്കാട് ഇപ്പൊ സിഗ്നലൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തെ സൈഡിലോട്ട് പോകണ റോഡ് ഫുള്ള് പണി നടക്കുന്നതുകൊണ്ട് ഈ സിഗ്നലൊക്കെ ഓഫാണ്. സിഗ്നൽ ഓഫായതുകൊണ്ട് ഇവിടെ വലിയ തിരക്കില്ല. സിഗ്നൽ ഉള്ളപ്പോഴാണ് നല്ല തിരക്ക്. പോലീസുണ്ട്, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വിടാൻ വേണ്ടി. ഓർഡറൊന്നും ഇല്ലാത്തപ്പോൾ എക്കോ മോഡ് ഇട്ട് പോണതായിരിക്കും നല്ലത്. അതാകുമ്പോൾ ചാർജും ലാഭിക്കാം. ഒരിടത്ത് നിന്നാൽ എപ്പോഴും ഓർഡർ കിട്ടൂല. ഇങ്ങനെ പൊക്കിക്കൊണ്ടിരുന്നാലേ അടുത്തടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ഓർഡർ കിട്ടുമോ. അതുകൊണ്ട് പയ്യെ ഇങ്ങനെ എക്കോ മോഡ് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കും പയ്യ. മണക്കാട് അട്ടക്കുളങ്ങര വഴി ഈസ്റ്റ് ഫോർട്ട് എത്തി. ഈസ്റ്റ് ഫോർട്ട് തിരക്കൊക്കെ കുറഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. നേരത്തെ വരെ ഓഫീസ് ടൈം കഴിഞ്ഞപ്പോൾ തിരക്കൊക്കെ കുറഞ്ഞു. എനിക്ക് തോന്നുന്നു അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ KFC-ന്നോ ഓപ്പൺ ഹൗസ് ഒക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ ഓർഡർ കിട്ടുമെന്ന് തോന്നുന്നു. നമുക്കിനി എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. സീബ്ര ക്രോസിംഗ് കിടന്നാലും ഇങ്ങനെയൊക്കെ വരുള്ളൂ. അവർക്ക് അതിലെയാണ് പോവാൻ. അവർ ഇതിന്റെ ഇടയിൽ കൂടെയാണ് കയറിയത്. അരുളകത്തിൽ നിന്ന് ഓർഡർ അടിച്ചു. 22 രൂപയുടെ ഓർഡറാണ്. നമുക്ക് അത് പിക്ക് ചെയ്യാം. ഈ റോഡ് കറങ്ങി തിരിച്ച് അതിലേ പോകണം. അരുളകത്ത് പോകാം. നമുക്കിനി നേരെ അരുളകത്തോട്ട് പോകാം. ഗൈസ്, നമ്മളെ തമ്പാനൂരാണ് അരുളകം. ഇതിനകത്തോട്ടാണ് അരുളകം ഇരിക്കുന്നത്. ഇതിനകത്തോട്ട് പോവാം നമുക്ക്. കണ്ട, ഇവിടെ വണ്ടി പാർക്കിംഗ് ഒക്കെ ഉണ്ട്. സെക്യൂരിറ്റി നമ്മളെ വിളിച്ചത് അകത്തോട്ട് പോകാൻ പറഞ്ഞു. ഫ്രീ അരുളകം. ഇവിടുത്തെ ചില്ലി പൊറോട്ട സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ കഴിച്ചില്ലെങ്കിൽ ഇവിടെ വന്ന് ചില്ലി പൊറോട്ട കഴിച്ചു നോക്കണം, അടിപൊളിയാണ്. നമ്മുടെ ഓർഡർ റെഡിയായാന്ന് നോക്കാം. അരുളകം റീച്ച്. അയ്യോ, ബാഗിൻ്റെ കൂടെ ഇന്നൊരു സെൽഫി എടുക്കാൻ പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ബാഗ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി സെൽഫി എടുക്കാൻ പറയും. നമ്മളിങ്ങനെ ബാഗിൻ്റെ കൂടെ ഇന്ന് സെൽഫി എടുത്തെടുക്കണം. സെൽഫിയൊക്കെ എടുത്ത് സബ്മിറ്റ് ചെയ്തു. അരുളകത്ത് ഇതുവരെ റെഡിയായില്ല. നമുക്ക് അകത്ത് പോയി നോക്കി നോക്കാം. ഇനി 6 മിനിറ്റ് എടുക്കുമെന്നാണ് പറയുന്നത്. 3 പ്ലെയിൻ റോസ്റ്റ്, ഒരു മസാല ദോശ, പൊറോട്ട വിത്ത് കറി, ചപ്പാത്തി വിത്ത് കറി, ഈ വട, ഒരുപാട് ഐറ്റം ഉണ്ട്. അതുകൊണ്ട് എല്ലാം കൂടെ ഇപ്പോൾ റെഡിയാവുമെന്ന് തോന്നുന്നില്ല. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. എന്തായാലും നമുക്കത് റെഡിയാകുമ്പോഴത്തേക്കും ശാലം വെള്ളം കുടിക്കാം. ഞാൻ എന്താ ചൂട് വെള്ളമാണ് എടുത്തുകൊണ്ട് വന്നത്. അത് ഞാൻ ആറ്റി കുടിക്കേണ്ടി വരും. ഫ്ലാസ്കിൽ വീട്ടിൽ തിളച്ചുകൊണ്ടിരുന്ന വെള്ളം പിന്നെ പെട്ടെന്ന് സമയമായതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നു. അതുകൊണ്ടോ ആവി പോണതാണ്.
ഫ്ലാസ്ക് വേണ്ടി ചൂടുവെള്ളം അങ്ങനെ നിൽക്കും, ചൂടായിട്ട് തന്നെ നിൽക്കും. നമുക്ക് ഇനി ഇത് ആറ്റി കുടിക്കും. അപ്പോഴത്തേക്ക് നമ്മളെ ഫുഡ് റെഡി ആവുമെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളെ ഓർഡർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോയി അതിന് പിക്ക് ചെയ്യാൻ നമ്മുടെ ഈ ഓർഡർ ഐ ഡി കൊണ്ട് അകത്ത് കാണിച്ചാൽ മതി. 3414 നമ്മുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇതിന് ഒരുപാട് ഐറ്റം കൂടുതലാണ്, ഹെവി ഐറ്റം, ഇത്തിരി വെയിറ്റ് ഒക്കെ ഉണ്ട്. നമുക്കിനി പിക്കഡ് ഓർഡർ കൊടുക്കാം. തക്കാടാണ് ഡെലിവറി. ഇവിടെ അടുത്ത് തന്നെ തക്കാട്. നമ്മുടെ ഫുഡൊക്കെ വണ്ടിക്കകത്ത് വെച്ചിട്ട് നേരെ തക്കാടോട്ട് പോവാം. ഓക്കെ, ചൂട് തന്നെ ഒരു രക്ഷയില്ല. എന്തൊരു ചൂടുണ്ടോ. ഉമ്മ ഇങ്ങനെ നിൽക്കുമ്പോൾ വേർത്ത് നിൽക്കണം. ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ കറക്റ്റാണ് കാണിക്കും നമ്മുടെ ലൊക്കേഷൻ. അടുത്ത് തന്നെ 1.7 കിലോമീറ്ററേ ഉള്ളൂ. തക്കാട് പ്രശ്നമെന്ന് വെച്ചാൽ റോഡാണ്. റോഡ് ഫുള്ള് പൊളിഞ്ഞ് കിടക്കുകയാണ്. അവിടെ ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കണതേ ഉള്ളൂ. ഹോട്ടലിലും വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ആ ഓഫീസ് ടൈം കഴിഞ്ഞപ്പോൾ തിരക്കങ്ങ് മാറി. റോഡിൽ വണ്ടികളൊന്നുമില്ല. സിഗ്നൽ ഇപ്പോൾ എല്ലായിടത്തും സിഗ്നൽ ഓഫാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് പോലും വലിയ തിരക്കില്ല. അവിടെ കുറച്ച് നേരം നിന്നിട്ട് വണ്ടി എടുത്ത് ഇങ്ങനെ പോകാൻ നല്ല സുഖമുണ്ട്, നല്ല കാറ്റ്. ഒരിടത്ത് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ചൂട്. ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ വലിയ ചൂടൊന്നുമില്ല. ഓരോ ഹോട്ടലിൽ പോകുമ്പോൾ പെട്ടെന്ന് അവർ ഫുഡ് എടുത്ത് തന്നാൽ കുഴപ്പമില്ല. പോസ്റ്റ് ആക്കുമ്പോഴാണ് പാടാവണം. ചൂടാവും, ലേറ്റ് ആവും. ഫുഡ് അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നാൽ പോവുക, എടുക്കുക, ഡെലിവറി ചെയ്യാൻ പോകും. അടുത്ത ഓർഡർ വരും, പോവുക, എടുക്കുക, അടുത്ത ഡെലിവറി പോകും. റോഡൊക്കെ നല്ല ടാറിട്ട് കേട്ടോ. അന്നാൾ വന്നപ്പോൾ ഇവിടെ ടാറൊന്നും ഇല്ലായിരുന്നു. ഇന്നാൾ വന്നപ്പോൾ ഇവിടെ ഫുള്ള് പണി നടന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് നമുക്ക് വണ്ടിക്ക് പോകാൻ പാടായിരുന്നു. എന്നാലും വലിയ വണ്ടിയൊന്നും ഇതുവഴി പോകില്ല. ഇതുവഴി പോകുമ്പോൾ നമ്മൾ ഗ്ലാസ് ഒക്കെ അടച്ചിട്ടാണ് പോകാൻ. നല്ല പൊടി. അതാ അടുത്ത ലൊക്കേഷനിൽ എത്താറായി. നമ്മുടെ ലൊക്കേഷനിലെത്തി. റീച്ച്ഡ് ലൊക്കേഷൻ കൊടുത്ത് ആളവിടെ നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് പോകും. ചിലവരാണെങ്കിൽ ഇങ്ങനെ നമുക്ക് വിളിക്കേണ്ടിയൊന്നും വരില്ല. അവർ പുറത്ത് വന്ന് നിൽക്കും. അത് നല്ല കാര്യം. ഓർഡർ ഡെലിവറി ചെയ്ത് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. അങ്ങനെ 22 രൂപ കിട്ടി. നമ്മൾ ഓടിയത് 2.2 കിലോമീറ്റർ ആയിരുന്നു. അടുത്ത ഓർഡർ എല്ലാം ഉണ്ടാകും നോക്കാം. 7 മണിയായി, 6 മണിക്ക് ഇറങ്ങിയതാണ്. 51 രൂപ ആയതേ ഉള്ളൂ. ഇന്ന് ഓർഡർ കുറവാണെന്ന് തോന്നുന്നു കേട്ടാ. അല്ലെങ്കിൽ ഓർഡർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരെണ്ണം കഴിയുമ്പോൾ അടുത്തത്. ഞാൻ ഇന്നലെ ഇറങ്ങിയായിരുന്നു. ഇന്നലെ നല്ല ഓർഡർ ഉണ്ടായിരുന്നു. ഒരെണ്ണം കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത് കിട്ടി. അടുത്ത ഓർഡർ വന്നു കേട്ടാ. ഏത് കടയിലാണ് അടുത്ത ഓർഡർ കിട്ടിയെന്ന് നോക്കാം. റാപ്പേലും ഈ ഓർഡർ 100 രൂപ കണ്ടാണ് കേട്ടോ. കുറച്ച് വലിയ ഓർഡറാണ്. ഈ റോഡൊക്കെ ഫുള്ള് സീനാണ്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നമ്മളിതാ അങ്ങനെ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ക്ലൗഡ് കിച്ചനാണ്. 3-4 ഹോട്ടലിന്റെ പേരിൽ ഒരു ക്ലൗഡ് കിച്ചൺ വെച്ചിട്ടുണ്ട്. ഇവർക്ക് റെസ്റ്റോറന്റ് ഒന്നുമില്ല. നമുക്ക് വണ്ടി ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് മോളിൽ പോയി ഫുഡ് എടുക്കും. 3rd ഫ്ലോറിലാണ് ഇത്. ഫുഡ് റെഡി വന്നെന്ന് തോന്നണം. ഓർഡർ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ തള്ളി തുറന്നാണ്. നമ്മുടെ സാധനം എന്താ കിട്ടി. സാധനം എന്തൊക്കെയാന്ന് വെച്ചാൽ ചിക്കൻ ഗുനാ റൈസ്, സ്പെഷ്യൽ സ്മോക്ക്ഡ് ചിക്കൻ ഷവർമ. ഇത് രണ്ടുമാണ് ഐറ്റം. നമുക്ക് നേരെ ഡെലിവറി എങ്ങോട്ടെന്ന് വെച്ചാൽ ഇത് ഇത്തിരി ലോങ് ഡെലിവറിയാണ്. വെള്ളയാണിയിലാണ് നമുക്ക് പോകാം. ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാകും? 13 കിലോമീറ്റർ ഉണ്ട്. 1/2 മണിക്കൂർ എടുക്കുമെന്നാണ് പറയണം. നമ്മുടെ ഫുഡൊക്കെ കൊണ്ട് സേഫ് ആയിട്ട് നമ്മളെ വണ്ടിക്കകത്ത് വെക്കാം. മണി 7:15. ഗൂഗിൾ മാപ്പ് പറയണത് 1/2 മണിക്കൂർ എടുക്കുമെന്നാണ്. നമ്മളൊരു 7:45 അവിടെ എത്തുമെന്ന് തോന്നണം. ഇനി നേരെ അവിടെ പോയിട്ട് കാണാം. നമ്മളങ്ങനെ ഹൈവേയിലെത്തി. ഇവിടെ നിന്ന് ഒരു 6-7 കിലോമീറ്റർ ഉണ്ട്. ഈ റോഡാണ് റോഡ്. തിരുവല്ലം. അങ്ങോട്ട് വണ്ടി പറഞ്ഞത്, ഇങ്ങോട്ട് പറഞ്ഞത് ഒരു ബന്ധവും ആർക്കും ഒരു പിടിയില്ല. ഈ റോഡ് ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ഫ്ലൈ ഓവർ വരണമെന്ന് പറഞ്ഞ് എന്തോ സാങ്ഷൻ ആയി കിടക്കണമെന്നാ എന്തൊക്കെ പറയണ കേട്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇവിടെ എപ്പോഴും മിക്കപ്പോഴും ആക്സിഡന്റ് കിടക്കും. അവിടെ ഭയങ്കര റിസ്ക് റോഡാണ്. ഈ റോഡ് സൂക്ഷിച്ചൊക്കെയാണ് പോകാൻ. നമ്മളങ്ങനെ അഗ്രികൾച്ചറൽ കോളേജിന്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റൽ ഓഫ് കോളേജ് അഗ്രികൾച്ചർ വെള്ളയാണി. ഹോസ്റ്റൽ 2-3 ഉണ്ട്. ഗൂഗിൾ മാപ്പ് തന്നിട്ടുണ്ട്. നമ്മുടെ വെള്ളയാണി അഗ്രികൾച്ചർ കോളേജിന്റെ അകത്ത് ഹോസ്റ്റലിലാണ് ഈ ഡെലിവറി. നമ്മൾ ആ മാപ്പിന്റെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. വിളിച്ചു നോക്കാം. ആൾ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ഹലോ, ചേട്ടാ, ഞാൻ ഹോസ്റ്റലിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. അതെ. നമ്മൾ ആ ഓർഡർ ഡെലിവറി ആയിട്ടുണ്ട്. എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. നമുക്ക് 150 രൂപ കിട്ടി. ദൂരെ എത്തിക്കൂടിയാലും പൈസ കിട്ടി. 8 മണിയായപ്പോ തന്നെ 200 രൂപ. ഇനി നമുക്ക് 2 മണിക്കൂറും കൂടെ വർക്ക് ചെയ്യാം. ഇവിടെ അടുത്തൊന്നും ഹോട്ടലില്ല. ഇനി നമുക്ക് നേരെ സിറ്റി പോകണം. സിറ്റി വരെ ഇനി കാലി അടിച്ച് പോകണം. ഗൈസ്, അങ്ങനെ വെള്ളയാണി കാർഷിക കോളേജിൽ നിന്ന് കാലി അടിച്ചതാ. സിറ്റിക്കകത്തോട്ട് വന്നപ്പോ ഗ്രീൻ പിസാരി വന്ന് അടുത്ത ഓർഡർ അടിച്ചു. 30 രൂപയുടെ ഓർഡർ. നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മളിതാ ഗ്രീൻ പിസാരിയോ എത്തി. നമ്മളെ കല്ലാട്ടുമുക്കാണ് ഗ്രീൻ പിസാരി. ഇരിക്കണുണ്ടോ? ഇറ്റാലിയൻ വുഡ് പിസയൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ ഫുഡ് റെഡി ആയാൽ നോക്കാം നമുക്ക്. ഫുഡ് റെഡിയായി. ബ്രോസ്റ്റഡ് ചിക്കൻ ആയിരുന്നു. നമുക്ക് അത് പോയി എടുക്കാം. അവിടെ നിന്ന് ഫുഡ് എടുത്തപ്പോ സൈറ്റൂണിൽ നിന്ന് ഒരു ഓർഡറും കൂടെ എടുത്ത്. സൈറ്റൂൺ മണക്കാടാണ്. ഇവിടെ മണക്കാട് സ്കൂളിന്റെ അവിടെ ബ്രോസ്റ്റഡ് ചിക്കൻ നമ്മളിതാ പിക്ക് ചെയ്ത് നേരെ സൈറ്റൂൺ ഫാമിലി റെസ്റ്റോറന്റിൽ പോവാം. നമ്മുടെ സൈറ്റൂണിലെത്തി. ഇതാണ് സൈറ്റൂൺ. സൈറ്റൂണിന്റെ ഓപ്പോസിറ്റ് ആണ് ബറോട്ട ഹട്ട്. ഇവിടെ ബോർഡർ ചിക്കൻ ഉണ്ടായിരുന്നു. അത് ക്ലോസ് ചെയ്തു. നമ്മുടെ
സൈറ്റ് മുകളിൽ ഫുഡ് റെഡിയായ നോക്കാം. ഇവിടെ അൽഫാം ഷവായി കോമ്പോ 499 രൂപയ്ക്ക് എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫുഡ് റെഡിയായില്ല, ഇനി 7 മിനിറ്റ് എടുക്കും. ഇടിയപ്പം, ടൊമാറ്റോ ഫ്രൈ, അപ്പം, ചിക്കൻ റോസ്റ്റ് ഒക്കെയാണ് നമുക്ക് കൊണ്ടുപോകാനുള്ള ഐറ്റങ്ങൾ. കൊണ്ടുപോകാനുള്ളത് എവിടെയെന്ന് വെച്ചാൽ പുഞ്ചക്കരി, അതും പുഞ്ചക്കരി റൂട്ടാണ്. നേരത്തെ എടുത്തതും പുഞ്ചക്കരി റൂട്ടാണ്. നമുക്കിനി നേരെ ഇതും കൂടെ എടുത്തിട്ട് പോകുമ്പോൾ 72 രൂപ കിട്ടുമെന്നാണ് കാണിച്ചത് 2 ഓർഡറിനും കൂടെ. നമുക്കിനി 7 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ വന്നിട്ട് കുറച്ച് നേരമായി, ഓർഡർ ഇതുവരെ കിട്ടിയില്ല. റെസ്റ്റോറന്റ് കയറി ചോദിക്കാം എന്തരായി, കുറച്ചധികം സാധനം ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഓർഡർ ഇതുവരെ റെഡി ആയില്ല, നേരം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന്. അതാ ഓർഡർ റെഡി ആയി ചേട്ടാ, നമുക്കിനി അത് പോയി പിക്ക് ചെയ്യാം. ബൈ. ഈ സാധനം കിട്ടി. ഫസ്റ്റ് ഓർഡർ നമുക്ക് കൊടുക്കാനുള്ള ഇവിടെ അടുത്ത് മണക്കാട് തന്നെയാണ്. 700 മീറ്ററേ ഉള്ളൂ. അത് ഗ്രീൻ പിസാരിയ എന്നുള്ള ഓർഡർ ആയിരുന്നു. ഫസ്റ്റ് ആ ഗ്രീൻ പിസാരിയ എന്ന് എടുത്തത് കൊണ്ട് കൊടുക്കാം. എന്നിട്ട് അടുത്ത ഓർഡറാണ് പുഞ്ചക്കരി. ആദ്യത്തെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ലൊക്കേഷൻ ദാ ഇവിടെയാണെന്നാണ് തോന്നുന്നത്. കസ്റ്റമർ ദാ വെളിയിറങ്ങി നിൽക്കുന്നത്. ശ്രീരാജ്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഓർഡർ ഡെലിവർ ചെയ്തു. അടുത്ത ഓർഡർ പുഞ്ചക്കരി. അത് ഇവിടെ നിന്ന് 5.7 കിലോമീറ്റർ ഉണ്ട്. അതായത് നമുക്കിനി അങ്ങോട്ട് പോകും. ചൂടാണ്ട് ഭയങ്കര വെള്ളം താകാം. ഞാൻ എടുത്തോണ്ട് വന്ന വെള്ളവും തീർന്നു. ഇനിയിപ്പോ പോണത് നമ്മുടെ വീടിന്റെ അതിലാണ് പോണത്. വീട്ടിൽ കയറിയാലും വെള്ളവും കൂടെ എടുത്തോണ്ട് പോകും. ഗൈസ് അങ്ങനെ വീട്ടിന്റെ അവിടെ എത്തി. പെട്ടെന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് എല്ലാരെങ്കിലും കൊണ്ടാന്ന് തോന്നും. അമ്മേ ശാലം വെള്ളം എടുത്താണ് കേട്ടാ. അങ്ങനെ നമ്മൾ വീട്ടിൽ കയറി വെള്ളമൊക്കെ എടുത്തു. ഇനി നേരെ പെട്ടെന്ന് പുഞ്ചക്കരി പോകണം. 85 എടുത്ത് തന്നെ. വണ്ടിയുടെ ചാർജ് 48%. നമ്മളെല്ലാം കൂടെ എത്ര കിലോമീറ്റർ ഓടിയാന്ന് രാത്രി വന്നിട്ട് നോക്കാം മൊത്തം എത്ര കിലോമീറ്റർ ആയെന്ന്. 45% ചാർജ് ഇറങ്ങി. 45 കിലോമീറ്റർ പ്ലസ് ഓടിയെന്ന് തോന്നണം. 1% ചാർജ് തന്നെ ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ റേഞ്ച് ഒക്കെയാണ് കിട്ടുന്നത്. എക്കോ ഇട്ട് പോകണമെങ്കിൽ ഒരു 2 ഒക്കെ കിട്ടും. 1% 2, 2.5, 3 വരെയൊക്കെ കിട്ടിയിട്ടുണ്ട്. എക്കോ ഇട്ട് പോകുമ്പോൾ 1% ചാർജ്. നോർമലിട്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കൊടുത്തൊക്കെ പോകുമ്പോൾ ചാർജ് അത്രയും ഇറങ്ങും. നോർമലിട്ട് പോയാലും കുഴപ്പമില്ല. ഇങ്ങനെ നമ്മൾ വലിച്ചെടുക്കുമ്പോൾ കണ്ട ഇത്രയും വലിച്ചിങ്ങനെ എടുക്കുമ്പോൾ ചാർജ് ഒരുപാട് ഇറങ്ങും. നോർമലിട്ട് മര്യാദയ്ക്ക് പോയാലും കുറച്ച് അത്യാവശ്യം നല്ല റേഞ്ച് കിട്ടും. ചിറമുക്ക് ജംഗ്ഷൻ എത്തി. ഇവിടെ നിന്ന് എങ്ങനെ ഒരു 5 കിലോമീറ്റർ 5 കിലോമീറ്റർ താഴെ കാണുള്ളൂ പുഞ്ചക്കരി. നേരെ ഇനി കസ്റ്റമറിന്റെ ലൊക്കേഷനിലോട്ട് പോവാം നമുക്ക്. പുഞ്ചക്കരി ജംഗ്ഷൻ. പുഞ്ചക്കരി ജംഗ്ഷൻ അല്ല, പുഞ്ചക്കരിയിൽ അവിടെ എവിടെയാണ്. ഓക്കെ, അങ്ങോട്ട് പോവാം. ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തി. ഒരു 50 മീറ്റർ. പുഞ്ചക്കരി ഒന്നും പോണ്ട, കരിമൻ ജംഗ്ഷനിൽ നിന്ന് കുറച്ചിങ്ങോട്ട് വന്ന് പണ്ടടക്കി ഇതേ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. ആ സെയിം ലൊക്കേഷൻ ആണോ വിളിച്ചു നോക്കാം നമുക്ക്. സൊമാറ്റോ എന്നാണേ. എത്തിയിട്ടുണ്ടായിരുന്നു ലൊക്കേഷൻ. അങ്ങനെ നമ്മുടെ 2 ഓർഡറും ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം. 79 രൂപയാണ് കിട്ടിയത്. മണി 9 ആയി. ഇനി 1 മണിക്കൂറും കൂടെ വർക്ക് ചെയ്യാം. 386 രൂപ കിട്ടി. ഇനി നമുക്ക് നേരെ സിറ്റിയിലോട്ട് പോകാം. കരിമത്ത് 2-3 കടയൊക്കെ ഉണ്ട്. അത് ചിലപ്പോഴൊക്കെ അടിക്കും. അടിച്ചാലും ഇവിടെ കരിമത്തിനകത്തോട്ടൊക്കെ തന്നെ ആയിരിക്കും. ഈ കരിമം ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലത്തിലൊക്കെ ആയിരിക്കും. ഈ ലോങ് ഒക്കെ പറഞ്ഞില്ല. ഇപ്പൊ ഈ 2 ഓർഡറിനും കൂടെ കൊടുത്തതിന് നമുക്ക് 79 രൂപ കിട്ടും. 10 മണി വരെയാണ് എന്റെ സ്ലോട്ട് എടുത്തിരിക്കുന്നത്. 10 മണി വരെ ആണെങ്കിൽ ഒരു 10:15 വരെയൊക്കെ ഓടാം. ഈടെത്തുമ്പോൾ ഒരു എങ്ങനെ ഒരു 10:30 ഒക്കെ ആവും. 10 മണിക്കകത്ത് ഒരു 500 കവർ ചെയ്യുകയാണെങ്കിൽ ഞാൻ 10 മണി കൊണ്ട് നിർത്തും. അല്ലെങ്കിൽ കുറച്ച് സമയം കൂടെ ഓടും. ഓക്കെ, ഇനി നേരെ നമുക്ക് സിറ്റിയിലോട്ട് പോകും. ഗൈസ് അടുത്ത് ഇറാനി കുഴിമന്തി ഓർഡർ അടിച്ചിരിക്കുന്നു. 78 രൂപ കിട്ടും. 9 കിലോമീറ്റർ പോകണം. ഇറാനി കുഴിമന്തി. നമുക്കിനി നേരെ ഇറാനിയിലോട്ട് പോകാം. ഗൈസ് നമ്മൾ കരമനയുള്ള ഇറാനി കുഴിമന്തിയിൽ എത്തിയിരിക്കുന്നു. ഫുഡ് റെഡി ആയാ നോക്കാം. ഫുഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പോയി ഫുഡ് ബുക്ക് ചെയ്യാം. ചിക്കൻ കുഴിമന്തി ആയിരുന്നു ഓർഡർ. ഒരു ചിക്കൻ കുഴിമന്തി. നമുക്കത് പിക്ഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോവാനുള്ള ലൊക്കേഷൻ നെട്ടയം. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ഇവിടെ നിന്ന് 9.7 കിലോമീറ്റർ. 10 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. 20 മിനിറ്റ് എടുക്കുമെന്നാണ് പറയണത്. മണി 9:13 നമുക്ക് നേരെ ഇനി നെട്ടയത്തോട്ട് പോവാം. അങ്ങനെ നമ്മൾ അടുത്ത ലൊക്കേഷനിലെത്തി. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, സൊമാറ്റോ എന്നാണേ. ഞാൻ എന്താ ഒരു ഇറക്കത്തിന്റെ അവിടെ നിൽക്കും. ലൊക്കേഷൻ കറക്റ്റാ മാപ്പിൽ വെച്ചിട്ടില്ല. ഗൈസ് അങ്ങനെ ആ ഒരു ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. അതൊരു കൊച്ചു പയ്യനായിരുന്നു. അവന് അറിഞ്ഞുകൂടാത്തോണ്ടാണെന്ന് തോന്നുന്നു. ലൊക്കേഷൻ ഒരു 1.5 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് വെച്ചിരുന്നത്. പിള്ളേരില്ലേ, നമുക്ക് എന്തൊരു പറയാൻ പറ്റും. 114 രൂപ. നമ്മളെ വണ്ടിയിൽ ചാർജ് 27% ആയി. മണി 9:45. ഓർഡർ വല്ലതും കിട്ടുമെന്ന് അറിഞ്ഞൂടാ. ഗൈസ് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഓർഡർ ഒന്നും അടിക്കില്ല. മണിയിപ്പോ 9:47 ആയി. ചെറിയ മഴക്കോളം ഉണ്ട്. ഞാൻ വിചാരിച്ചു ഇനി ഓഫ്ലൈൻ ആക്കിയിട്ട് നേരെ വീട്ടിൽ പോകാന്ന്. ചാർജ് 26% ഉള്ളൂ. ഓക്കെ, വീട്ടിൽ പോയിട്ട് നോക്കാം. നമുക്കൊന്ന് ടോട്ടൽ എത്ര രൂപ കിട്ടി, എത്ര മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്ത്, ഇതെല്ലാം വീട്ടിൽ പോയിട്ട് നോക്കാം. ഇനിയിപ്പോ ഓലയാണ്ട് നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് പാട്ടൊക്കെ കേട്ട് ഞാൻ പയ്യെ നേരെ വീട്ടിലോട്ട് പോകും. ഗൈസ് അങ്ങനെ 10:23 ആയപ്പോ വീട്ടിലെത്തി. ഇന്ന് നമ്മളെടുത്ത് 5 ട്രിപ്പാണ്. 6 ഓർഡർ, 3.8 മണിക്കൂർ വർക്ക് ചെയ്ത് 525 രൂപ. നമ്മുടെ വണ്ടിയുടെ ചാർജ് അവിടെ നിന്ന് ബാക്കി തിരിച്ചു വന്നപ്പോ 15% ഉണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങിയപ്പം 85% ചാർജ് ഉണ്ടായിരുന്നു. വണ്ടി എല്ലാം കൂടെ ഓടിയത് 118 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയത്. ഓർഡർ ഏണിങ്സ് 400 രൂപ. ലോങ് ഡിസ്റ്റൻസ് 75 രൂപ. പിന്നെ ഓഫർ
ഉണ്ടായിരുന്നു. തേഴ്സ്ഡേ സ്പെഷ്യൽ ഡിന്നർ ഓഫർ 125 രൂപ അങ്ങനെ കിട്ടി. അതെല്ലാം കൂടി ചേർത്താണ് 525 രൂപ കിട്ടിയത്. പിന്നെ നിങ്ങൾ ഇതേപോലെ ഇലക്ട്രിക് വണ്ടി പോവുകയാണെങ്കിൽ ലാഭമാണ്. നോർമൽ സ്കൂട്ടറിനാണ് പോകണമെങ്കിൽ ഒരു 150 രൂപയ്ക്കൊക്കെ പെട്രോൾ അടിക്കേണ്ടി വരും. മൈലേജ് ഉള്ള വണ്ടിയാണെങ്കിൽ 100-നൊക്കെ അടിച്ചാൽ മതി. പെട്ടെന്ന് സമയം പോകും കേട്ടോ. വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നു, സമയം പോകാൻ കുറച്ച് പൈസ ഉണ്ടാക്കാമെങ്കിൽ സൊമാറ്റോക്ക് ഇറങ്ങിയാൽ മതി. നല്ലൊരു വണ്ടി ഉണ്ടെങ്കിൽ 4 മണിക്കൂർ ഡെയിലി ഇറങ്ങുകയാണെങ്കിൽ ഒരു 500 രൂപ കിട്ടും. അപ്പൊ ഈ വീക്കിൽ ഞാൻ എന്താ 2 ദിവസമേ ഓടിയുള്ളൂ. 2 ദിവസം ഓടിയപ്പോൾ 1080 രൂപ. ഈ നാളത്തേക്കും മറ്റന്നാളത്തേക്കും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പൊ സൊമാറ്റോ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.